അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ പാഠത്തിൻ്റെ മൂന്നാം പാർട്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ പാഠം എത്തിയിരിക്കുന്ന ഭാഗം നിങ്ങൾക്കറിയാം. ജോഡി മിൽവിയിലുമൊത്ത് ഫോണിനെ തിരഞ്ഞിറങ്ങിയതാണ് അല്ലേ. അവർ കാറ്റിലെത്തി, ഒരുപാട് അന്വേഷിച്ച്, ഒരുപാട് അടയാളങ്ങൾ കണ്ടെത്തി. അങ്ങനെ ഇരിക്കുകയാണ്. അവസാനം ശ്രദ്ധിക്കുക, മൂവ്മെൻറ്റ് ഡയറക്റ്റ്ലി, നേരെയുള്ള ചലനം, ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, അവൻ്റെ മുന്നിലൂടെയുള്ള ആ നേരെയുള്ള ചലനം സ്റ്റാർട്ടിൽഡ് ഹിം, അവനെ ഞെട്ടിച്ചു. സോ ദാറ്റ്, അങ്ങനെ ഹി ടംബിൾഡ് ബാക്ക്വേർഡ്, ആ ഞെട്ടലിനുടനെ തന്നെ ഹി ടംബിൾഡ് ബാക്ക്വേർഡ്, അവന് പിന്നോട്ടേക്കൊന്ന് വഴുതി. അങ്ങനെയാണല്ലോ നമ്മൾ മുന്നോട്ടേക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം വന്ന് നമ്മൾ പെട്ടെന്ന് ബാക്കോട്ടേക്ക് വലിയൂല, അതേ ഒരു അവസ്ഥ. ദ ഫോൺ ലിഫ്റ്റഡ് ഇറ്റ്സ് ഫേസ് ടു ഹിസ്, എന്താ അവൻ നേട്ടാൻ കാരണം? ദ ഫോൺ ലിഫ്റ്റഡ് ഇറ്റ്സ് ഫേസ് ടു ഹിസ്, അവൻ ഇത്രയും കാത്തിരുന്ന ആ ഫോൺ ഇത് അവിടെ എത്തിയിരിക്കുന്നു. ദ ഫോൺ ലിഫ്റ്റഡ് ഇറ്റ്സ് ഫേസ്, ആ മാൻകുട്ടി അതിൻ്റെ മുഖമൊന്ന് ഉയർത്തി, ടു ഹിസ്, നമ്മുടെ ജോഡിയുടെ അടുത്തേക്ക് അല്ലേ, ജോഡിയുടെ മുഖത്തേക്കൊന്ന് ഇങ്ങനെ തല ഉയർത്തി നോക്കി. ഇറ്റ് ടേൺഡ് ഇറ്റ്സ് ഹെഡ് വിത്ത് എ വൈഡ്, അങ്ങനെ ഉയർത്തിയ ഉടനെ തന്നെ ഇറ്റ് ടേൺഡ് ഇറ്റ്സ് ഹെഡ്, അതിൻ്റെ തലയൊന്ന് അത് തിരിച്ചു, വിത്ത് എ വൈഡ്, വളരെ വിശാലമായി തന്നെ. വാണ്ടറിങ് മോഷൻ, അത്ഭുതപ്പെടുത്തുന്ന ഒരു ചലനം തന്നെയായിരുന്നു അത്. ആൻഡ് ഷുക്ക് ഹിം, നമ്മുടെ ജോഡിയെ കുലുക്കി, ത്രൂ വിത്ത് ദി സ്റ്റയർ, അതിൻ്റെ ഓഫ് ഇറ്റ്സ് ലിക്വിഡ് ഐസ്, ആ ചെറിയ മാൻകുട്ടിയുടെ തെളിഞ്ഞ കണ്ണിൻ്റെ ആ ഒരു തുറിച്ചു നോട്ടമുണ്ടല്ലോ, ആ തുറിച്ച് നോട്ടത്തിലൂടെ അവനെ ഒന്ന് കൊല്ലിക്കുക. അതായത് ആ ഒരു ചെറിയ കണ്ണുകൊണ്ട് ഇങ്ങനെ ഒരു തുറിച്ച് നോട്ടം നോക്കുകയാണ്. അപ്പം ജോഡിക്ക് വല്ലാത്തൊരു എന്തൊരു അത്ഭുതം പോലെ അവനെ അല്ലേ. ഇറ്റ് വാസ് ക്യൂറിങ്, ആ നേരത്തും അതിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് മെയ്ഡ് നോ എഫോർട്ട് ടു റൈസ് ഓർ റൺ, ഒന്ന് ഉയരാനോ അല്ലെങ്കിൽ ഒന്ന് ഓടിക്കളയാനോ അത് ശ്രമിച്ചിരുന്നില്ല. മെയ്ക്ക് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക, ഇറ്റ് നോ മെയ്ഡ് എഫേർട്ട് എന്നാണ് ശരിക്കും, അതായത് ശ്രമിച്ചില്ല എന്നർത്ഥം. ജോഡി കുഡ് നോട്ട് ട്രസ്റ്റ് ഹിംസെൽഫ് ടു മൂവ്, ജോഡിക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നില്ല ഹിംസെൽഫ് ടു മൂവ്, അവനും സ്വയം എന്താണ് ചലിക്കാൻ കഴിയുമെന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഹി വാസ് ബേർഡ്, അവനൊന്ന് മന്ത്രിച്ചു. ആര്? ജോഡി. ഇറ്റ്സ് മീ, ഇത് ഞാനാണ്. ദ ഫോൺ ലിഫ്റ്റഡ് ഇറ്റ്സ് നോസ്, ആ ഫോൺ എന്താക്കി? ലിഫ്റ്റഡ്, ഉയർത്തി, ഇറ്റ്സ് നോസ്, അതിൻ്റെ മൂക്കൊന്ന് മെല്ലെ ഉയർത്തി. സെൻഡിങ് ഹിം, എന്നിട്ടോ നമ്മുടെ ജോഡിയൊന്ന് നന്നായി ഇങ്ങനെ വാസനിച്ച് നോക്കി. ഹി റീച്ച്ഡ് ഔട്ട് വൺ ഹാൻഡ്, ആ സമയത്ത് ജോഡി എന്താക്കി? റീച്ച്ഡ് ഔട്ട് വൺ ഹാൻഡ്, അവൻ്റെ ഒരു കൈ മെല്ലെ പുറത്തേക്ക് എത്തിച്ചു. ആൻഡ് ലൈഡ് ഇറ്റ്, ആ കയ്യിനൊന്ന് വെച്ചു. ഓൺ ദി സോഫ്റ്റ് നെക്ക്, ആ ജോഡി നമ്മളെ ഫോണിൻ്റെ ആ നല്ല മൃദുലമായ കഴുത്തിലൊന്ന് ഇങ്ങനെ എന്തായി ഒന്ന് വെച്ചു കൊടുത്തു. ദ ടച്ച് മെയ്ഡ് ഹിം ഡിലീരിയസ്, അതിനൊന്ന് തൊട്ടപ്പം അവനെ വല്ലാതെ ആനന്ദം കൊള്ളിച്ചു. ദ ടച്ച് മെയ്ഡ് ഹിം, ആ തലോടൽ എന്താക്കി? അവനെ ആക്കി ഡിലീരിയസ്, വളരെ ഉന്മത്തനാക്കി, ആനന്ദം കൊള്ളിക്കുന്നതാക്കി. എന്തൊരു മൃദുലമാണില്ല ആ നെക്ക്. അങ്ങനെ മാത്രമല്ല, ഹി മൂവ്ഡ് ഫോർവേഡ് ഓൺ, എന്നിട്ട് ഒന്നെന്താക്കി? മുന്നോട്ടേക്ക് ഒന്നിങ്ങനെ ചലിപ്പിച്ചു. ഓൾ ഫോർസ്, എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ ചലിപ്പിച്ചു. അണ്ടിൽ ഹി വാസ് ക്ലോസ് ബിസൈഡ് ഇറ്റ്, ഏതുവരെ? ഹി വാസ് ക്ലോസ് ബിസൈഡ് ഇറ്റ്, അതിൻ്റെ തൊട്ടരികെ എത്തുന്ന രീതി, അതായത് ഇങ്ങനെ ഒന്നുകൂടെ ഇങ്ങനെ അടുപ്പിച്ചെത്തുന്ന രീതിയിൽ ഇങ്ങനെ നാലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ ചലിപ്പിച്ചു. ഹി പുട്ട് ഹിസ് ഹാംസ്, അവൻ്റെ കരങ്ങൾ അവൻ ഇട്ടു. അറൗണ്ട് ഇറ്റ്സ് ബോഡി, അവൻ്റെ ശരീരത്തിൻ്റെ അല്ലേ, നമ്മുടെ ഫോൺ നല്ല മൃദുലമായ ആ ഫോണിൻ്റെ ശരീരത്തിലൂടെ ഒന്ന് ഇട്ടു. എ ലൈറ്റ് കൺവൾഷൻ പാസ്ഡ് ഓവർ ഇറ്റ്, ഒരു വിറ, എന്തൊരു വിറ, എ ലൈറ്റ് കൺവൾഷൻ, ഒരു മൃദുലമായ ഒരു ചെറിയ രീതിയിലുള്ളൊരു വിറ, പാസ്ഡ് ഓവർ ഇറ്റ്, അതിലൂടെ ഇങ്ങനെ കടന്നുപോയി. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്റ്റിർ, അങ്ങനെ കടന്നെങ്കിൽ അതൊന്നും ഇളക്കിയില്ല, ഒരു ഇളക്കവുമില്ല, എന്തോന്ന് കടന്ന പോലെ, നല്ലൊരു അനുഭൂതി. അങ്ങനെ ഹി സ്ട്രോക്ക് ഇറ്റ് സൈഡ്, അവനെ തലോടി, ഇറ്റ്സ് സൈഡ്സ്, അവൻ്റെ ഭാഗങ്ങളൊക്കെ, ആസ് ജെൻ്റലി, വളരെ മൃദുലമായിട്ട് തന്നെ. ആസ് ദോ ദ ഫോൺ ആയിരുന്ന പോലെ, ആസ് ദോ ദ ഫോൺ വോർ, ആ ഫോൺ ആയിരുന്നത് പോലെ, എ ചൈന ഡീർ, ഒരു ചൈന ഡീറിനെ പോലെ ആയിരുന്നത് പോലെ അതിനിങ്ങനെ മൃദുലമായിട്ടൊന്ന് തടവി. എന്താണ് ചൈന ഡീറിൻ്റെ പ്രത്യേകത? ഹി മൈറ്റ് ബ്രേക്ക് ഇറ്റ്, അത് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോയേക്കാം. അതായത് ചൈന ഡീർ എന്ന് പറഞ്ഞ ഒരു പ്രതിമയെ പോലെയാണ്, കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയത്, വല്ലാതൊന്നും അമർത്താൻ പാടില്ല, അതുകൊണ്ട് പൊട്ടുമെന്ന് പേടിച്ച് മെല്ലെ തലോടാ. അതേപോലെ ഇങ്ങനെ മെല്ലെ ഒന്നിങ്ങനെ തലോടി. ഇറ്റ് സ്കിൻ വാസ് വെരി സോഫ്റ്റ്, കാരണം എന്താ? അതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ വളരെ മൃദുലമാണ്. ഇറ്റ് വാസ് സ്ലീക്ക് ആൻഡ് ക്ലീൻ, അത് വളരെ സ്മൂത്തും ആൻഡ് ക്ലീൻ, വൃത്തിയുള്ളതുമായിരുന്നു. ആൻഡ് ഹാഡ് എ സ്വീറ്റ് സെൻറ്റ് ഓഫ് ഗ്രാസ്, ആ പുല്ലിൻ്റെ നല്ല മധുരമായൊരു വാസന ഉണ്ട്, നല്ലൊരു വാസന ഉണ്ട്.
ഹി റോസ് ലോ അങ്ങനെ ഹി റോസ് ലോലി മെല്ലെ ഉയർത്തി ആൻഡ് മെല്ലെ ഉയർന്നു ആൻഡ് ലിഫ്റ്റഡ് ദ ഫോൺ ഫ്രം ദി ഗ്രൗണ്ട്. എന്നിട്ട് ആ ഗ്രൗണ്ടിൽ നിന്നും ആ നിലത്ത് നിന്നും നമ്മുടെ ഫോൺ മെല്ലെ ഉയർത്തിപ്പിടിച്ചു. ഇറ്റ്സ് ലെഗ്സ് ഹാങ് ലംബിലി, അതിൻ്റെ കാലുകളൊക്കെ തൂങ്ങിക്കിടക്കാണ്, വളരെ ബലഹീനമായിട്ട് തൂങ്ങിക്കിടക്കാണ്. ദ വേർ സർപ്രൈസിംഗ്ലി ലോങ്, അത് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു നീളമുണ്ടായിരുന്നു. ആൻഡ് ഹി ഹാഡ് ടു ഹോയിസ്റ്റ് ദ ഫോൺ, അവൻക്ക് എന്താക്കേണ്ടതുണ്ട്, നല്ല ഉയരത്തിൽ ഉയർത്തേണ്ടതുണ്ടായിരുന്നു ദ ഫോൺ, നമ്മുടെ മാൻകുട്ടി. അതായത് നല്ല ഉയർന്ന കാലായതുകൊണ്ട് ഒന്നുകൂടെ ഉയർത്തേണ്ടതുണ്ടായിരുന്നു. ആസ് ഹൈ, ഉയരത്തിൽ ഉയർത്തേണ്ടതുണ്ടായിരുന്നു. ആസ് പോസിബിൾ, അവന് കഴിയാവുന്ന രീതിയിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടായിരുന്നു. അണ്ടർ ഹിസ് ആംസ്, അവൻ്റെ കരങ്ങൾക്ക് കീഴിൽ. അതായത് അവന് കരങ്ങനെ അതിൻ്റെ പള്ളേൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ചുകൂടെ ഇങ്ങനെ പൊന്തിച്ച് പിടിക്കണം, അല്ലെങ്കിൽ നിലത്ത് തട്ടല്ലോ. ഹി വാസ് അഫ്രൈഡ്, അവൻ വളരെ പേടിക്കുന്നവനായിരുന്നു. ദാറ്റ് എന്തെന്നാൽ ഇറ്റ് മൈറ്റ് കിക്ക്, ഞാൻ അതിനെയും ചേർത്ത് പിടിച്ച് പോകുമ്പോൾ അതെങ്ങാനും കുത്തോ, ആൻഡ് ബ്ലീറ്റ്, അല്ലെങ്കിൽ കരയുമോന്ന്, അറ്റ് സൈറ്റ്, ആ സ്ഥലത്ത് വെച്ച്. ആൻഡ് ഏത് സ്ഥലമെന്ന് പറയുന്നത്, ആൻഡ് സ്മെൽ, അല്ലെങ്കിൽ ആ വാസന എങ്ങാനും കിട്ടുമോ, ഓഫ് ഇറ്റ്സ് മദർ, അതിൻ്റെ അമ്മയുടെ വാസന കിട്ടുമോ ആ സ്ഥലത്തെങ്ങാനും എത്തുമ്പോൾ. അതിലും അവന് വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു. ഹി സ്കേർട്ട് ദ ക്ലിയറിങ്, ആ സംഭവ സ്ഥലത്തിൻ്റെ അരികിലൂടെ അവൻ കടന്നുപോയി. ആൻഡ് പുഷ്ഡ് ഹിസ് വേ, എന്നിട്ട് അവൻ്റെ വൈകളെല്ലാം അവൻ തട്ടിമാറ്റി. ഇൻ ടു ദി തിക്കറ്റ്, എവിടേക്ക്, ഓരോ കുറ്റിച്ചെടികളിലേക്ക് ഇങ്ങനെ തട്ടിമാറ്റി. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഫൈറ്റ്, അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ടു ഫൈറ്റ്, പോരാടാൻ. ത്രൂ വിത്ത് ഹിസ് ബേർഡൻ, അവൻ്റെ ആ ഭാരത്തോടു കൂടെ. അതായത് ഇതിലും അവൻ്റെ ഒരു കയ്യിൽ എന്തുണ്ട്, ഒരു മാൻപേടയുണ്ട്, അതിനെയും ഏറ്റി പിടിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായി അവനക്ക് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. ദ ഫോൺസ് ലെഗ്സ് കോട്ട് ഇൻ ദി ബുഷസ്, ആ ഫോണിൻ്റെ, അതായത് മാൻകുട്ടിയുടെ കാലുകളൊക്കെ അവൻ പിടിച്ചു. ഇൻ ദി ബുഷസ്, ഏത് ആ കുറ്റിച്ചെടികളിൽ നിന്നൊക്കെ. ആൻഡ് ഹി കുഡ് നോട്ട് ലിഫ്റ്റ് ഹിസ് ഓൺ വിത്ത് ഫ്രീഡം, അവൻ എങ്ങനെ തോന്നി, ഹി കുഡ് നോട്ട് ലിഫ്റ്റ്, അവന് ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചിരുന്നില്ല ഹിസ് ഓൺ, അവനെ സ്വയം വിത്ത് ഫ്രീഡം, വളരെ എന്താ പറയുക, സ്വതന്ത്രമായിട്ട്. അതായത് ഒന്നുകൂടെ നല്ലൊരു എഫേർട്ട് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നെന്നാണ് പറയുന്നത്. ഹി ട്രൈഡ് ടു ഷീൽഡ് ഇറ്റ്സ് ഫേസ്, അവനെന്തായി, പരമാവധി പരിശ്രമിച്ചു. ടു ഷീൽഡ് ഇറ്റ്സ് ഫേസ്, അവൻ്റെ മുഖം, ആ ഏതിൻ്റെ മുഖം, ആ മാൻകുട്ടിയുടെ മുഖം ഒന്ന് മറയ്ക്കാൻ. ഫ്രം പ്രിക്ലിംഗ് വൈൻസ് എന്ന് പറഞ്ഞാൽ മുള്ളുകളുള്ള മുന്തിരിവള്ളികളിൽ നിന്ന്, അതായത് മുന്തിരിവള്ളി ആവണം തന്നെയില്ല, ഏതെങ്കിലും മുള്ളുള്ള ഒരു സസ്യങ്ങളിൽ നിന്നൊക്കെ അതിനെന്താക്കുക, ഷീൽഡ് ചെയ്യാൻ, മറച്ചു വെക്കാൻ ഒരുപാട് അവൻ പരിശ്രമിച്ചു. ഇറ്റ്സ് ഹെഡ് ബോബ്ഡ് വിത്ത് ഹിസ് ട്രൈഡ്, അതിൻ്റെ തലയാണെങ്കിലോ ബോബ്ഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ഞ് കളിക്കുന്നുണ്ട്. വിത്ത് ഹിസ് ട്രൈഡ്, ജോഡിയുടെ ഏത് കുതിപ്പിനനുസരിച്ച്. ജോഡി ഇങ്ങനെ അതിനെ പിടിച്ച് നല്ല ദ്രുതഗതിയിൽ മുന്നോട്ട് പോവാണ്. ആ സമയത്ത് അവനൊരു പേടി, അതിനെക്കാളും തട്ടോ അതൊക്കെ അല്ലേ. ഹിസ് ഹാർട്ട് തമ്പഡ്, അതിങ്ങനെ അവൻ്റെ ഹൃദയത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചതാണല്ലോ ആ മാൻകുട്ടിയെ. അപ്പോൾ എന്താ, ഹിസ് ഹാർട്ട്, ആ ജോഡിയുടെ ഹൃദയം തമ്പഡ്, ചേർന്നു, തട്ടി നിന്നു. വിത്ത് ദ മാർവൽ, ഒരു ആശ്ചര്യത്തോടെ. ഓഫ് ഇറ്റ്സ് അക്സെപ്റ്റൻസ്, അതിൻ്റെ സ്വീകാര്യതയുടെ ഒരു ആശ്ചര്യത്തോടെ. ഓഫ് ഹിം, അല്ലേ, ഓഫ് ഹിം, അവൻ്റെ, അതായത് അവനെ സ്വീകരിച്ചു എന്നുള്ളൊരു എന്താ പറയുക, ആശ്ചര്യത്തോടെ ഒരു പ്രത്യേക ഒരു അടുത്ത് നിൽക്കൽ അവൻ അനുഭവപ്പെട്ടു എന്നർത്ഥം. അതായത് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് തോന്നുക അത് നമ്മളതായി മാറി എന്നുള്ള അങ്ങനത്തെ ഒരു തരം ഫീലിംഗ്. ഹി റീച്ച്ഡ് ദ ട്രയൽ, അങ്ങനെ അവൻ എത്തിച്ചേർന്നു ദ ട്രയൽ, ഒരു വഴിയിൽ, അതായത് കാട്ടുവഴിയിൽ എത്തിച്ചേർന്നു. ആൻഡ് വാക്ക്ഡ് ആസ് ഫാസ്റ്റ്, വളരെ ദ്രുതഗതിയിൽ തന്നെ നടന്നു. ആസ് ഹി കുഡ്, അവന് സാധിക്കുന്നത്ര. അൺടിൽ ഹി കെയിം ടു ദി ഇൻ്റർസെക്ഷൻ, എവിടെ എത്തും വരെ, ഒരു മുക്കിൽ, ഒരു ജംഗ്ഷനിൽ എത്തുന്നത് വരെ. വിത്ത് ദി റോഡ് ഹോം, അവൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലെ ഒരു ജംഗ്ഷനിൽ എത്തുന്നത് വരെ അവന് കഴിയുന്ന പരമാവധി സ്പീഡിൽ അങ്ങോട്ട് പോയി. ഹി സ്റ്റോപ്പ് ടു റെസ്റ്റ്, അവനൊന്ന് നിന്നു. ടു റെസ്റ്റ്, ഒന്ന് എന്താ പറയുക, വിശ്രമിക്കാൻ. ആൻഡ് സെറ്റ് ദ ഫോൺ ഡൗൺ ഓൺ ഇറ്റ്സ് ഡാംഗ്ലിംഗ് ലെഗ്സ്, എന്നിട്ടോ ആ മാൻകുട്ടി അവിടെ ഇരുത്തി. ഓൺ ഇറ്റ്സ് ഡാംഗ്ലിംഗ് ലെഗ്സ്, അതിൻ്റെ തൂങ്ങിക്കിടക്കുന്ന, അല്ലേ, ചാഞ്ഞു കിടക്കുന്ന കാലുകളിൽ. ഇറ്റ് വേവ്ഡ്, എന്നാലോ അത് ചാഞ്ചാടി. ഓൺ ദം, എന്താ പറയുക, ബലഹീനമായി തൂങ്ങിക്കിടക്കുന്ന ആ കാലുകളിൽ. ഇറ്റ് ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് ബ്ലീറ്റഡ്, ആ സമയത്ത് ആ മാൻകുട്ടി എന്തായി, ആരെ നോക്കി, നമ്മളെ ജോഡിയെ ഒന്ന് നോക്കുകയും. ആൻഡ് ബ്ലീറ്റഡ്, തേങ്ങിക്കരയുകയും ചെയ്തു. നിസ്സഹായനായി തേങ്ങിക്കരയാണ്. ഹി സെഡ് എൻചാൻറ്റഡ്, അവന് മന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, ഐ വിൽ ക്യാരി യു ആഫ്റ്റർ ഐ ഗെറ്റ് മൈ ബ്രീത്ത്,
ഞാൻ നിൻ്റെ എടുത്തോളാം ആഫ്റ്റർ ഐ ഗെറ്റ് മൈ ബ്രീത്ത്, ഞാൻ എൻ്റെ ശ്വാസം ഒന്ന് വിട്ടതിന് ശേഷം. അതായത് ഓനിങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് നടക്കാണല്ലോ. അങ്ങനെ ഹി റിമെമ്പേർഡ്, അവൻ ചിന്തിച്ചു, ഹീസ് ഫാദർ, ഓർത്തെടുത്തു ഹീസ് ഫാദർ, അവൻ്റെ ഫാദർ പറയുന്നതായിട്ട് എന്തെന്നാൽ എ ഫോൺ, ഒരു മാൻകുട്ടി, വുഡ് ഫോളോ, അവൻ നമ്മളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും, ഇഫ് ഇറ്റ് ഹാഡ് ഫസ്റ്റ് ബീൻ ക്യാരിഡ്, അതിനാദ്യം ഒന്ന് ചുമന്നിട്ടുണ്ടെങ്കിൽ, അതായത് ആദ്യം ഒന്ന് അതിനെ ചുമക്കേണ്ട രീതിയിൽ ചുമന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ തനിയെ നമ്മളെ പിന്നാലെ വന്നോളൂ. അതാണ് മാൻ്റെ സ്വഭാവമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീ കെയിം ബാക്ക്, ഹീ സ്റ്റാർട്ടഡ് അവേ സ്ലോലി, അവനൊന്ന് കുറച്ച് ദൂരം ഒന്ന് സാവധാനം ഒന്ന് നടന്നു നോക്കി. ആര്? ജോഡി. അച്ഛൻ പറഞ്ഞത് ഓർത്തിട്ട് അവൻ കുറച്ച് നേരം ഒന്ന് മാൻകുട്ടി അവിടെ വെച്ചിട്ടൊന്ന് നടന്നു നോക്കി. അപ്പോൾ ദ ഫോൺ സ്റ്റാർട്ടഡ് ആഫ്റ്റർ ഹിം, അപ്പോൾ മാൻകുട്ടിൻ്റെ അവൻ്റെ പിന്നാലെ തന്നെ തുടർന്നു നടത്തും. ഹി കെയിം ബാക്ക്, അങ്ങനെ അവൻ തിരിച്ചു പോയി ടു ഇറ്റ്, ആ മാൻകുട്ടിയുടെ അടുത്തേക്ക് തന്നെ. ആൻഡ് സ്ട്രോക്ക്ഡ് ഇറ്റ്, എന്നിട്ടൊന്ന് അതിനെ മെല്ലെ ഒന്ന് തടവി. ആൻഡ് വാക്ക്ഡ് അവേ അഗെയിൻ, എന്നിട്ട് അവൻ വീണ്ടും വീണ്ടും ദൂരത്തേക്ക് നടന്നു. അപ്പോഴോ ഇറ്റ് ടുക്ക് എ ഫ്യൂ വോബ്ലിംഗ് സ്റ്റെപ്സ്, അപ്പോൾ അവൻ നടന്നു എ വോബ്ലിംഗ് സ്റ്റെപ്സ്, അതായത് ചാഞ്ചാടുന്നൊരു, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിയിട്ടുള്ളൊരു കാലടികൾ, ടുവാർഡ് ഹിം, അവന് നേരെ. അതായത് അപ്പോഴും വയ്യാതെ അവൻ്റെ പിന്നാലെ തന്നെ നടന്നു വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ടോ നടക്കാൻ കഴിയാതായപ്പോൾ ക്രൈഡ് പിറ്റിയോസ്ലി, വളരെ ദയനീയമായിട്ട് അവർ കരയാനും തുടങ്ങി. ഇറ്റ് വാസ് വില്ലിങ്, അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, ടു ഫോളോ ഹിം, അവനെ പിന്തുടരാനും. ഇറ്റ് ബിലോങ് ടു ഹിം, അവൻ്റേതായി, ബിലോങ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊണ്ടു, ടു ഹിം, ആ ജോഡിയിലേക്ക് ഉൾക്കൊണ്ടു പറഞ്ഞാൽ ജോഡിൻ്റെതായി മാറി. ഇറ്റ് വാസ് ഹിസ് ഓൺ, അത് അവൻ്റെ സ്വന്തം മാത്രമായിരുന്നു. അതായത് നമുക്കങ്ങനെ അല്ല, നമ്മളങ്ങ് കുറച്ചങ്ങോട്ട് നടന്നാൽ നമ്മളെ തന്നെ പിന്തുടരുകയാണെങ്കിൽ അത് നമ്മളതായി നമ്മൾ പറയില്ലേ, അതാണ് നമ്മളതിന് വേണം അതിൻ്റെ അർത്ഥത്തിൽ. ഹി വാസ് ലൈറ്റ് ഹെഡഡ് വിത്ത് ഹിസ് ജോയ്, അവനെന്തായിരുന്നു, ചിന്തിക്കാനൊന്നും സാധിച്ചിരുന്നില്ല. ആർക്ക്? ജോഡിക്ക്. വിത്ത് ഹിസ് ജോയ്, അവൻ്റെ സന്തോഷത, അതായത് അവൻ്റെ സന്തോഷത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ഹി വാണ്ടഡ് ടു ഫോണ്ടിൽ ഇറ്റ്, അവൻ ആഗ്രഹിച്ചത് എന്താണ്? ഹി വാണ്ടഡ് ടു ഫോണ്ടിൽ ഇറ്റ്, അതിനൊന്ന് താലോലിക്കണം. ടു റൺ, അതിനെന്താക്കാനോ, അതിൻ്റെ കൂടെ ഒന്ന് ഓടണം. മാത്രമല്ല ആൻഡ് റോം വിത്ത് ഇറ്റ്, അതിനോടൊപ്പം ഒന്ന് കളിക്കണം. ടു കോൾ ടു ഇറ്റ് ടു കം ടു ഹിം, അതിനങ്ങോട്ട് വരാൻ വേണ്ടി ഒന്ന് വിളിക്കണം. അങ്ങനത്തെ ഒരു ചിന്ത. ഈ ഡാഡ്, അവൻ ധൈര്യപ്പെട്ടു. ആര്? ജോഡി. നോട്ട് അലാം ഇറ്റ്, അതിനോട് എന്താക്കാൻ? മുന്നറിയിപ്പ് നൽകാതിരിക്കാൻ, അതായത് ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോ, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ അവൻ ധൈര്യപ്പെട്ടു. കാരണം അതിൻ്റേതായി മാറിയാൽ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. ഹി പിക്ക്ഡ് ഇറ്റ് അപ്പ്, എന്നിട്ട് അതിനെ ഉയർത്തിപ്പിടിച്ചു. ആൻഡ് ക്യാരിഡ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, അവൻ്റെ മുന്നിൽ അതിനെ ചുമന്നു. ക്യാരിഡ് എന്നാൽ ചുമന്നു. ഇറ്റ് നമ്മളാരെ? മാൻകുട്ടിയെ. ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, അവൻ്റെ മുന്നിൽ. എങ്ങനെ? ഓവർ ഹിസ് ടു ആംസ്, അവൻ്റെ രണ്ട് കൈകൾക്ക് മുകളിൽ, അതായത് അടിയിലോൻ്റെ കൈ വെച്ചാൽ അവൻ്റെ കൈയിന് മുകളിൽ അതിനെ ചുമന്നുകൊണ്ട് അത് നടന്നു. എന്നിട്ടോ ഇറ്റ് സീമഡ്, അത് തോന്നിച്ചു ടു ഹിം, അവനിലേക്ക്, ദാറ്റ് എന്തെന്നാൽ ഹി വാക്ക്ഡ്, അത് അവൻ നടക്കുന്നതായിട്ട് തോന്നിച്ചു. എങ്ങനെ? വിത്തൗട്ട് എഫോർട്ട്, വളരെ പ്രയാസമില്ലാതെ. ഇപ്പം കണ്ടോ, ഒന്നുകൂടെ അടുത്തു എന്നറിഞ്ഞപ്പോൾ അവനക്ക് എന്തില്ല, വളരെ പ്രയാസമില്ലാത്തതായിട്ട് തോന്നി. നേരത്തെ ഇതിൻ്റെ കുറച്ച് മുമ്പ് നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഈ ബേർഡൻ അല്ല, ഈ ഭാരവും ചുമന്ന് പോലെ വളരെ ഒരു സ്വതന്ത്രമില്ലാതെ പോകുന്ന പോലെ ഒന്ന് തോന്നിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അത് ആ സമയത്ത് ഇതിൻ്റേതായത് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ മാൻകുട്ടി തൻ്റേതായി എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ എന്തായി? കണ്ടോ, അപ്പോൾ കണ്ടോ അവസാനം പറഞ്ഞോ, ഇറ്റ് സീംഡ് ടു ഹിം, ആ ജോഡിയിലേക്ക് തോന്നിപ്പിച്ചു ദാറ്റ് എന്തെന്നാൽ ഹി വാക്ക്ഡ്, അവൻ നടക്കുന്നതായിട്ട്. എങ്ങനെ? വിത്തൗട്ട് എഫോർട്ട്, ഒരു പരിശ്രമവും ഒരു ശ്രമവും കൂടാതെ അനായാസം ഇങ്ങനെ നടക്കുന്നതായിട്ട് തോന്നിച്ചു. അപ്പോൾ എന്താണ് മനസ്സിൻ്റെ ഒരു നില, മാനസിക നില കണ്ടില്ല. ഇപ്പോൾ നേരത്തെ നമ്മളുടെ എല്ലാം തോന്നിയപ്പോൾ വല്ലാത്തൊരു ബേർഡൻ, ഒരു ഭാരമായി തോന്നി. ഇപ്പോഴോ വിത്തൗട്ട് എഫേർട്ട്, ഒരു എഫേർട്ടും കൂടാതെ. ഓക്കെ, അപ്പോൾ എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്നുകൂടെ കൂടെ ഇങ്ങനെ പിന്തുടരാം. വായിച്ചിട്ട് തന്നെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അസ്സലാമു അലൈക്കും.